ഹലോ ഗൈസ്, വെൽക്കം ടു എയർ ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ ഗോഡ്സില എക്സ് കോങ് ഈ ഒരു വർഷത്തെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവീസിൽ ഒന്നാണ് ഈ ഒരു പടം. അപ്പോൾ ഒരു പടവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മൂവിയുടെ ട്രെയിലറിൽ തന്നെ നമ്മുടെ കോങ്ങിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഗൗൺലെറ്റ് പോലെ ഒന്ന് കോങ് ഇട്ടേക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെന്താണ്, കൂടാതെ ഒരു മൂവിയിലെ ചില പ്ലോട്ട് ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. മേ ബി കുട്ടി സ്പോയിലേഴ്സൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, സ്പോയിലറൊന്നും വേണ്ട എന്ന് ആഗ്രഹമുള്ളവർ വീഡിയോ സ്കിപ്പ് ആക്കാം, അല്ലാത്തവർക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ ഒരു മൂവിയുടെ ട്രെയിലറിൽ തന്നെ നമ്മൾ കണ്ടതാണ് കോങ്ങിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു യെല്ലോ കളറിൽ ഒരു ഗ്ലൗസ് ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. സോ അത് എന്താണെന്നാണ് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നത്. സോ നിറയെ പേര് വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കോങ്ങിൻ്റെ കൈ വന്ന് ഡാമേജ് ആയിട്ടുണ്ടാവാം സ്കാർക്കിങ്ങുമായിട്ടുള്ള ഫൈറ്റിന്. സോ അതിന് പകരമായിട്ട് നമ്മുടെ ഈ ഒരു മൊണാർക്ക് വന്ന് കോങ്ങിൻ്റെ കൈ വല്ലതും ഈ ഒരു ഗ്ലൗസ് ഇട്ട് ശരിയാക്കി കൊടുത്തതാവാം എന്നാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെയല്ല, ഈ ഒരു ഗ്ലൗസ് വന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗ്ലൗസ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഗ്ലൗസിന് ചില എബിലിറ്റീസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ അതായത് ഈ ഒരു ഗ്ലൗസിൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ ബീസ്റ്റ് ഗ്ലൗസ് എന്നാണ് നെയിം. ഓക്കെ, ഈ ഒരു ഗ്ലൗസ് കൊടുത്തതാണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് മൊണാർക്ക് തന്നെയാണ്. അതായത് നമ്മുടെ കോങ്ങിന് ഒരു അപ്ഗ്രേഡ് ആണ് ഈ ഒരു ഗ്ലൗസിന് പറയുന്നത്. ഈ ഗ്ലൗസിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് വെച്ചാൽ ബയോ എൻഹാൻസ്ഡ് അറ്റോമിക് സെൻസമിക് തണ്ടർ ഗ്ലൗസ് എന്നാണ് ഈ ഒരു ഗ്ലൗസിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഗ്ലൗസിന് തന്നെ ചില സ്പെഷ്യൽ പവേഴ്സ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് ഒരു ക്രിയേറ്റർ കൊടുത്തിട്ട് മൊണാർക്കാണ്. കാരണം ഈ ഒരു ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് നമ്മളെ കോങ് ഒരു പഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ഇടി പോലെ വീഴും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ളൊരു പഞ്ച് നമ്മുടെ കോങ്ങിന് ഈ ഒരു ഗ്ലൗസ് ഇട്ട് കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. കൂടാതെ മേ ബി കോങ്ങിൻ്റെ ഈ ഒരു ഗ്ലൗസിന് വന്ന് ആ ഒരു ഇലക്ട്രിസിറ്റി പവറും വരാനും ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം വരാൻ പോകുന്ന വില്ലൻ അങ്ങനത്തെയാണ്, സ്കാർക്കിംഗ് ആണ്. ഗോഡ്സിലേക്ക് പ്രശ്നമില്ല, കാരണം ഗോഡ്സിലേക്ക് ആൾറെഡി ആവശ്യത്തിൽ കൂടുതൽ പവേഴ്സൊക്കെ ഉണ്ട്. ബട്ട് കോങ്ങിനാണ് പവറൊന്നും ഇല്ലാതെ ബാറ്റ്മാനെ പോലെ നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മുടെ കോങ്ങിന് ഇങ്ങനെ ഒരു ഗ്ലൗസ് കൊടുത്തതെന്നാണ് തോന്നുന്നത്. പിന്നെ ചിലപ്പോൾ നമ്മുടെ കോങ്ങിൻ്റെ കൈയും എന്താ പറയുക ഡാമേജ് ആയിട്ടുണ്ടാവാം, പറയാൻ പറ്റൂല. ചിലപ്പോൾ അതിനും പകരമായിട്ടായിരിക്കും ഈ ഗ്ലൗസ് കൊടുത്തപ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഗ്ലൗസ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുത്തതെന്നാണ് തോന്നുന്നത്. എന്തായാലും ആ ഗ്ലൗസ് വന്നൊരു സാധാരണ ഗ്ലൗസ് അല്ല, അതിനൊരു സ്പെഷ്യൽ പവേഴ്സ് ഉണ്ടാവും എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്താണെന്ന് നമുക്കത് ഉറപ്പായിട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഒന്ന് ഈ ഒരു സീന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ കോങ്ങിൻ്റെ കയ്യിൽ ആ ഒരു ഗ്ലൗസ് ഉണ്ട്, എന്നാൽ ഒരു ആക്സ് ഇല്ല, ബാറ്റിൽ ആക്സ് ഇല്ല. സോ എന്തുകൊണ്ടായിരിക്കും കോങ്ങിൻ്റെ കൈവശം ബാറ്റിൽ ആക്സ് ഇല്ലാത്തത്? സോ മേ ബി ആ ഒരു ബാറ്റിൽ ആക്സ് എന്താ പറയുക നശിച്ച് പോയിട്ടുണ്ടാവാൻ ചാൻസസ് അധികമാണ്. അതുകൊണ്ടായിരിക്കും അത് ഈ ഒരു സീനിൽ ഇല്ലാത്തത്, പകരം ഗ്ലൗസ് ഉള്ളതെന്നാണ് തോന്നുന്നത്. സോ ബാറ്റിൽ ആക്സ് ആര് നശിപ്പിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അത് മിക്കവാറും സ്കാർക്കിംഗ് ആവാനാണ് സാധ്യതയുള്ളത്. കാരണം ഈ ബാറ്റിൽ ആക്സ് മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്തത് ഗോഡ്സിലെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഗോഡ്സിലെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഗോഡ്സിലായിട്ട് കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആ ബാറ്റിൽ ആക്സ് മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ സ്കാർക്കിങ്ങിന് അത് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സ്കാർക്കിങ് വന്ന് ഗോഡ്സിലല്ല, അത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു മോൺസ്റ്ററാണ്. സോ മേ ബി സ്കാർക്കിങ്ങുമായിട്ടുള്ള ഫൈറ്റിൽ കോങ്ങിൻ്റെ ഒരു ആക്സ് പൊട്ടിപ്പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം കോങ്ങിന് മൊണാർക്ക് വന്ന് ഈ ഒരു ഗ്ലൗസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതെന്നാണ് തോന്നുന്നത്. കാരണം സ്കാർക്കിങ്ങിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യണമെങ്കിൽ കോങ്ങിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എബിലിറ്റി വേണം, എന്നാൽ മാത്രമേ സ്കാർക്കിങ്ങിൻ്റെ അടുത്ത് പിടിച്ച് നിൽക്കാൻ പറ്റൂ. അതുകൊണ്ടായിരിക്കാം മൊണാർക്ക് ഇങ്ങനൊരു ഗ്ലൗസ് നമ്മുടെ കോങ്ങിന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതെന്നാണ് തോന്നുന്നത്. പിന്നെ ഒന്നും ഈ ഒരു മൂവിയിൽ അപ്പിയർ ആവുന്ന ചില ഹ്യൂമൻസിൻ്റെ പിക്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇത് മാത്രമല്ല ഒരു മൂവിയിലെ മെയിൻ വില്ലനായിട്ടുള്ള നമ്മുടെ സ്കാർക്കിങ്ങുമായിട്ട് ചില ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതായത് സ്കാർക്കിങ്ങിൻ്റെ ദേഹത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഈ ഒരു അസ്ഥിയൊക്കെ വെച്ച്, അതായത് ഈ ഒരു നട്ടൽ പോലത്തെ ഒരു ചാട്ടവാറ് പോലത്തെ ഒരു സാധനം നിങ്ങൾക്ക് സ്കാർക്കിങ്ങിൻ്റെ ബോഡിയിൽ കാണാൻ പറ്റും. സോ ഇത് വന്ന് ഏതോ ഒരു മോൺസ്റ്ററിൻ്റെ ആ ഒരു നട്ടലാണ്. അതാണ് സ്കാർക്കിങ് വന്ന് ഈ ചാട്ടവാറായിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ ചാട്ടവാറ് ഉപയോഗിക്കുന്നത് ഈ അടിമകളൊക്കെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനത്തിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ചാട്ടവാറ് യൂസ് ചെയ്യുന്നത്. സോ മേ ബി നമ്മുടെ ആ ഷീമു എന്ന് പറഞ്ഞ മോൺസ്റ്ററിനെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയായിരിക്കണം ഇങ്ങനൊരു ചാട്ടവാറ് സ്കാർക്കിങ് യൂസ് ചെയ്യണമെന്നാണ് തോന്നുന്നത്. എന്തായാലും സ്കാർക്കിങ് വന്നൊരു കൊടൂരനായിട്ടുള്ള വില്ലനാണ്. ഒരു മോൺസ്റ്ററിനെ തന്നെ കൊന്ന് അതിൻ്റെ ആ ഒരു എന്താ പറയുക നട്ടലെ തന്നെ ഒരു ചാട്ടവാറായിട്ട് യൂസ് ചെയ്യാൻ ഉറപ്പായിട്ടൊരു കൊടൂരനായിട്ടുള്ള വില്ലൻ തന്നെയാണ്. പിന്നെ വന്ന് ഈ ഒരു മൂവിയിൽ വന്ന് ഒരു കുട്ടി കോങ് അപ്പിയർ ആകാൻ പോവുകയാണ്. നമ്മൾ ആൾറെഡി ട്രെയിലറിൽ കണ്ടതാണ്. ഇത് കോങ്ങിൻ്റെ മകനല്ല, ഇത് കണ്ടിട്ട് സ്കാർക്കിങ്ങിൻ്റെ മകൻ പോലെയാണ് തോന്നുന്നത്. ബട്ട് കോങ് വന്ന് ഈ ഒരു പയ്യനെ അഡോപ്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പയ്യൻ്റെ പേര് വന്ന് സൂക്കോ എന്നാണ് പറയുന്നത്. സൂക്കോ എന്നാണ് ഈ ഒരു പയ്യൻ്റെ നെയിം. അപ്പം ഇവനായിരിക്കും ഇനി അടുത്ത കോങ് ആവാൻ ചാൻസസ് ഉള്ളതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയറുമായി ബന്ധപ്പെട്ട് വന്ന പുതിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പം കോങ്ങിൻ്റെ ഈ ഒരു ഗ്ലൗസിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറ്റാണ് കാണിക്കും, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് യു ഗൈസ്.